ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. പുഷ്പ പുഷ്പ ടു പുഷ്പ ടു ഒരു ചിരിയോടെ അല്ലാതെ എനിക്ക് പുഷ്പ ടുവിനെ ഓർക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ പണ്ട് ബാലൻ നമ്മുടെ ഒരു സിനിമയിൽ നമ്മുടെ മമ്മൂക്ക ശ്രീനിവാസനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഒരു ഗദ്ഗതത്തോടെ അല്ലാതെ, ഒരു കണ്ണീരോടെ അല്ലാതെ എനിക്ക് എൻ്റെ ബാലനെ ഓർക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ പൊട്ടിച്ചിരിയോടെ അല്ലാതെ എനിക്ക് പുഷ്പ ടുവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല മക്കളെ, കഴിയില്ല. ഓ, ഇങ്ങനെയുണ്ടോ എൻ്റെ പൊന്നളിയ. ഇപ്പൊ കുറെ പേര് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊന്നും എനിക്ക് വിഷയങ്ങളല്ല. ഞാൻ ആദ്യമേ കയറി റിവ്യൂ ഇടുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ റിവ്യൂ ഇടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ രാത്രി 9 മണിയുടെ ഷോയ്ക്കാണ് എനിക്ക് എന്റെ ഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ 9 മണിയുടെ ഷോയ്ക്കാണ് എനിക്ക് കയറാൻ. രാത്രി തന്നെ ഞാൻ ഷോയ്ക്ക് കയറി. ഓ, കഴിഞ്ഞിറങ്ങിയപ്പോഴുള്ള സമയം കേട്ടോ. സത്യത്തിൽ മറ്റു റിവ്യൂസ് ഒക്കെ പറയുന്നുണ്ട്, ഇത്രയും പൈസ മുടക്കി ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഞങ്ങൾ ഈ സിനിമ കണ്ടത്. സത്യത്തിൽ ഞങ്ങളെ റിവ്യൂസിനെ നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. കാരണം മറ്റവരൊക്കെ നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ റിവ്യൂ കിട്ടിയിട്ട് പോയി കാണാം. പക്ഷേ ഞങ്ങൾ ആരുടെ റിവ്യൂ നോക്കി പോയി കാണും? ഈ റിവ്യൂവേഴ്സ്, പാവപ്പെട്ട റിവ്യൂവേഴ്സ്. അതുകൊണ്ട് ഒന്നും പറയാനില്ല. എന്റെ സുകുമാർ അണ്ണ, ഇത്രയും കൊലച്ചതി എന്റെ ഫഹദിനെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു. കുറെയൊക്കെ ആൾക്കാർ രാവിലോട് ഞാൻ കേൾക്കുന്നുണ്ട്, പൊട്ടി 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 ചന്ദന പെട്ടി 8 നിലയെ പൊട്ടി പോയി എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്. അപ്പൊ ചിലവര് നമ്മുടെ സമാധാനത്തോടെ, നമ്മൾ ചില ക്രൂസ് മെമ്പേഴ്സ് ഒക്കെ, ക്യാമറ പേഴ്സൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയേച്ചി ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ, എഡിറ്റിംഗ് നല്ലതാന്ന് തോന്നുന്നു, ആക്ഷൻ കൊള്ളാം. പുഷ്പ പുഷ്പ ചിരിക്കുന്ന പോലെ നോക്കണേ, എനിക്ക് അറിഞ്ഞുകൂടാ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ റിവ്യൂവേഴ്സും ചോദിച്ച കോമൺ ചോദ്യം, ക്ലീശ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, എന്തിന്റെ കേടായിരുന്നു ഈ സെക്കൻഡ് പാർട്ട് എടുക്കണോന്ന് സുകുമാർജിക്ക് എന്തായിരുന്നു ഇത്ര നിർബന്ധം? എന്തായിരുന്നോ ആ ഫസ്റ്റിന്റെ സകല ഇമേജും കളഞ്ഞു കൊളിച്ചൊരു സെക്കൻഡ് പാർട്ട്? അതാണെങ്കിലോ സാധാരണ സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം, കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഒക്കെ, ആക്ടേഴ്സോ ഒക്കെ മാറപ്പെടും, മെയിൻ അല്ലാതെ. ഇതെല്ലാം സെയിം തന്നെ ഉണ്ട് അതിനകത്ത്. ഇനി തേർഡ് പാർട്ട് കൂടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഓ ഗോഡ്, അത് താങ്ങാനുള്ള മനസ്സ് തെലുങ്കന്മാർക്കുണ്ടെങ്കിലും മലയാളികൾക്കുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദേവി, ഇത് ഇനി മലയാളത്തിലൊന്നും ഇത് റിലീസ് ചെയ്ത് ഇവിടെ ഇറക്കരുത് പ്ലീസ് സുകുമാർജി, പ്ലീസ്. ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഒരു നല്ല കാര്യം പുഷ്പയുടെ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നിലുമില്ല. എന്നോട് ആരോ പറഞ്ഞു സ്റ്റണ്ടൊക്കെ അടിപൊളിയായിരിക്കുന്നു, ശരിക്കും സ്റ്റണ്ട്സിനെ കുറിച്ചൊക്കെ അടിപൊളിയായിട്ടൊന്ന് പറയണമെന്ന്. സത്യത്തിൽ എങ്ങനെ പറയും? എന്ത് വാണാ കാണിച്ച് വെച്ചിരിക്കുന്നത്? എന്ത് വാ ഇത്? അയ്യോ മച്ചോ, ഒന്നും പറയാനില്ല കേട്ടോ. ഓ, ഇത്രയും വധമല്ല അപരാധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓ, മനുഷ്യൻ എങ്ങനെയെങ്കിലും സത്യത്തിൽ ഞാൻ ഒരു പടത്തിനും ഇരുന്ന്, നല്ല പടങ്ങൾക്ക് ആവേശത്തോടെ ഇരുന്ന് കൂക്കി വിളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പടം, പൊട്ടപ്പടമാണെങ്കിൽ സാധാരണ സൈലന്റ് ആയിട്ട് ഇറങ്ങി പോവുക ചെയ്യാറ്. പക്ഷെ ഇതെനിക്ക് കൂവാഞ്ഞിട്ട് വയ്യ. പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ ചെറിയ പാവപ്പെട്ട ആൾക്കാരുടെ ഇത് പടം, സിനിമ തിയേറ്റർ നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ആ ഷോയ്ക്ക്. പക്ഷെ തൊട്ടടുത്ത് പിള്ളേരൊക്കെ എന്തെങ്കിലും ആരും കൂവൊന്നൊന്നുമില്ല, ചിരിക്കുന്നുണ്ട്, പൊട്ടി ചിരിക്കുന്നുണ്ട്. തമാശ കണ്ടിട്ടല്ലോ അവരുടെ വേദന അവരങ്ങ് ചിരിച്ചു തള്ളി തീർക്കുവാന്ന് എനിക്ക് മനസ്സിലായത്. ലാസ്റ്റ് ആ ഫൈനൽ സീൻ കാണിച്ചപ്പോഴത്തേക്ക് ക്ലൈമാക്സ് കൂവി, ഞാൻ അർമാദിച്ച് ഞാനങ്ങോട്ട് കൂവിയിട്ടാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഒരു റിവ്യൂവർ ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനൊരു മനുഷ്യനല്ലടേ, എന്തോന്നാടെ ഈ സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഫഹദ്. ഇതിനകത്ത് ഇത് ചെയ്തിരിക്കുന്ന അറിയാം, സുകുമാറാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ മൈത്രി മൂവി മേക്കേഴ്സ്. എന്താവോ പ്രൊഡ്യൂസറുടെ കാര്യം? അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, ജഗപതി ബാബു, ധനരാജ്യ റാവു, രമേശ്, സുനിൽ ആൻഡ് അനസൂയ ഭരദ്വാജ്. പേരൊക്കെ കുറച്ചുകൂടെ പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കി വായിച്ചത്, എനിക്ക് പണ്ടേ നോക്കി പറഞ്ഞ ഇഷ്ടമല്ല. പിന്നെ എഡിറ്റിംഗ് ആരുടെയാണ്? സിനിമാറ്റോഗ്രാഫി മിറോസ്ലോ കുബ ബ്രോസെക്. എഡിറ്റഡ് ബൈ നവീൻ നൂലി. മ്യൂസിക് ബൈ ദേവിശ്രീ പ്രസാദ്. മ്യൂസിക് എന്തരാ! എനിക്കൊന്ന് നമ്മുടെ സമന്തയില്ലേ, മനഃപൂർവ്വം ഒരു പക്ഷെ പുഷ്പ ടൂവിൽ നിന്ന് മാറിയതായിരിക്കണം. ഒരു ഐറ്റം ഡാൻസ് ഇതിനകത്തുണ്ട്, പെണ്ണൊക്കെ കൊള്ളാം, ഐറ്റം ഡാൻസ് ഇതിനകത്തുണ്ട്. ആ പെങ്കൊച്ചൊക്കെ നല്ല രസമുണ്ട്, അവരുടെ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ അത് ഇല്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആ പെങ്കൊച്ചിന്, സമന്ത ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അവർക്കൊരു ഇൻസ്റ്റിങ് ഉണ്ട്, തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ തീരും, തന്റെ കാര്യം തീർപ്പാവുമെന്ന്. വേറൊന്നുമല്ല,
അതിന്റെ പുഷ്പ 1ന്റെ 7 അയലത്ത് പുഷ്പ 2 എത്തിയിട്ടില്ല. പിന്നെ അതിനകത്ത് നമ്മുടെ ഫഹദ് ഫസ്റ്റ് അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് പുഷ്പയെ കുറിച്ച്. അത് പുഷ്പ ഒരു സീനില് ഇച്ചിരി താഴുമ്പോൾ, താന്ന് കിടക്കുമ്പോൾ, മൊത്തത്തിൽ താന്നു പോയി എന്നാലും അത് കിടക്കുന്ന ഒരു ചെറിയ ഡയലോഗ് ഞാൻ അടിച്ചോട്ടെ. പുഷ്പ ഇപ്പോ ഫയർ അല്ലടാ, ഫ്ലവറാ, ഫ്ലവറ്. പക്ഷെ ഇത് ഫ്ലവറും അല്ല, വേറെ ഫ്ലോർ. പുഷ്പ 2 വെറും അത്ര പാരഡിയൊക്കെ എത്രയോ ഭേദം. പണ്ട് നമ്മള് ഈ കിലുക്കത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് കിലുകിലുക്കം കിക്കിലുക്കം എന്ന് പറഞ്ഞ കാവ്യമാധവന്റെ പടം ഇറങ്ങിയല്ലോ. കിലുക്കം കിലുകിലുക്കം എന്തോ ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ എത്രയോ ഭേദം. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പടമാണ്. അയ്യോ എനിക്കിതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. 500 കോടിയെങ്ങാണ്ട് മുടക്കി ഇറക്കി. ശരിയാണ്, സെറ്റും കാര്യങ്ങളും ഇതിനകത്ത് പുഷ്പ പെൺവേഷത്തിൽ വരുന്നതും പിന്നെ അത് പ്രത്യേക രീതിയിൽ കൊല്ലുന്ന സ്റ്റൈലൊക്കെ പുഷ്പ ആവിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. ഞങ്ങൾ റിവ്യൂസ് മാത്രം ഇങ്ങനെ ശിക്ഷ തിന്നാ പോരാ, നിങ്ങളും അനുഭവിക്കണം. സാധാരണ ആയിട്ടുള്ള പ്രേക്ഷകർ കൂടെ പോയി കാണുക. ഞങ്ങൾ റിവ്യൂസ് പറയുന്നു, നിങ്ങൾ പോയി കാണാൻ. ഞങ്ങൾ പറയുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ കാണാത്തന്നാണല്ലോ പറയുന്നത്. പക്ഷെ നിങ്ങൾ കാണണം. ഞങ്ങൾക്കുണ്ടായ സങ്കടവും ആനന്ദവും ദുഃഖവും ദുരിതവും നിങ്ങൾക്ക് ഉണ്ടാണോ? യു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോയി കണ്ട് അർമാദിക്കൂ. പുഷ്പ 2 പുഷ്പ നമിച്ചിരിക്കുന്നു പുഷ്പ, നമിച്ചിരിക്കുന്നു അല്ലു അർജുൻ ജി. അദ്ദേഹം വളരെ മെച്ചുവേർഡായി വേറൊരു തലത്തിലെത്തിയെന്നൊക്കെ ഞാൻ കരുതിയത്. ഹാപ്പിയിൽ നിന്നും മറ്റേ ആരിയിൽ നിന്നും ഒക്കെ മാറി ഇതൊക്കെ മാറിയിട്ട് ഒരു നല്ല ലെവലിലേക്ക് എത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എന്നാലും പോരാ. അങ്ങേരെ ഇപ്പോഴും ഞാൻ പറയട്ടെ, ഏത് ബ്രഹ്മാണ്ഡ പടവും അതിന് എത്ര കോടികളും സ്ക്രിപ്റ്റും 3D എഫക്റ്റും വാട്ടെവർ ഐമാക്സ് 4X 4D എന്ത് കുന്തായാലും ശരി, സ്ക്രിപ്റ്റ് ആണ് തനി രാജാവ് മാൻ. രാജരാജ ചോളൻ സ്ക്രിപ്റ്റ് താൻ, അതിൽ ഒരു സംശയമില്ല. സ്ക്രിപ്റ്റ് പോറാണ്. അത് പ്രത്യേകിച്ച് റെൻഡർ ചെയ്യാൻ പറ്റാത്തൊരു സംവിധാനം കൂടെ ആണെങ്കിൽ തീർന്നു കഥ. ഇവിടെ സ്ക്രിപ്റ്റിന്റെ അഭാവം, തിരക്കഥയുടെ അഭാവം, ഡയലോഗ്സ് ഒക്കെ എന്ത് പൂറ ഡയലോഗ് അതിനകത്ത്. ഫഹദ് ഫാസിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ ദൈവമേ, രശ്മിക മന്ദാനയ്ക്ക് കുറച്ച് സംഭാഷണമൊക്കെ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫഹദിനെ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്ന ഭരദ്വാജ് എന്റെ പൊന്നളിയ. ആ മനുഷ്യന് മറ്റേതിനകത്ത് നമ്മളൊന്ന് വിറയ്ക്കും. സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മളൊക്കെ വെയിറ്റ് ചെയ്തു പോലും ഫഹദിന്റെ ആ പെർഫോമൻസ് കാണാൻ വേണ്ടിട്ടല്ലേ. അതിന്റെ അഭിനയത്തെ നമുക്ക് മോശം. അദ്ദേഹത്തിന് കൊടുത്ത റോൾ അദ്ദേഹം ഭംഗിയായി ചെയ്തു, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ കൊടുത്ത റോൾ ഇങ്ങനെ ആയി പോയി. എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കുക. ഇതിലും വലിയ ദുരന്തം എന്തോ വരാനിരുന്ന മലയാളികൾക്ക്. പക്ഷെ പിന്നെ ഒരു ദുരന്തം ഉണ്ടായി കേട്ടോ. ഒരു വിഷമ വാർത്ത കൂടെ ഉണ്ട്. ഇതിന്റെ റിലീസിംഗ് സമയത്ത് ഒരു ലേഡി അവരുടെ മകന് വേണ്ടിയിട്ട് സിനിമയ്ക്ക് വന്നതാണ്. ആ സിനിമ വന്ന് വലിയ തെക്കും തിരക്കൊന്നും ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയുടെ പ്രീമിയറിന്റെ സമയത്ത് അല്ലു അർജുൻ അവിടെ എത്തി. നിങ്ങൾ സിനിമാ നടിമാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ മലയാളികൾക്ക് ഇത്ര പ്രാന്തമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തെലുങ്ക് അല്ലെങ്കിൽ ഹൈദരാബാദ്, ആന്ധ്ര, തമിഴ്നാട്, കർണാടകയിൽ ആന്ധ്ര, തമിഴ്നാടൊക്കെയാണ് ഇങ്ങനെ സിനിമാ നടന്മാർ ചാകുമ്പോൾ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടാവുക. അപ്പം അതിഭീമമായ ആരാധനയുള്ള ഒരു മനുഷ്യരാണ് അവരൊക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അതിനെ PR വർക്കും നിങ്ങളുടെ പ്രൊമോഷൻസും ഒക്കെ വരും, നല്ലത് തന്നെ. നിങ്ങൾ കുറെ അതിനോടകം തന്നെ ഇതിന്റെ മുടക്കിയ പൈസ നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തിനാണ് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്നത്? നിങ്ങൾക്കറിയാം, മിസ്റ്റർ അല്ലു അർജുൻ അറിയാമായിരുന്നു, ധാരാളം ആരാധകരുണ്ട്, ഭ്രാന്തമായി ആരാധിക്കുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് പുഷ്പ കൂടെ ഇറങ്ങിയോണ്ട് അദ്ദേഹത്തിന് ആരാധകർ നല്ല രീതിയിൽ തന്നെ ഉണ്ട്, ഈ പടത്തിനും ആരാധകരുണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ട് താങ്കൾ എന്തിനായിരുന്നു ആ തിയേറ്ററിലേക്ക് ഇരച്ചു പോയത്? ആ സ്ത്രീ മരിച്ചു, തിക്കിലും തിരക്കിലും പെട്ടാണ് ആ പാവപ്പെട്ട സ്ത്രീ, 38 വയസ്സുകാരി സ്ത്രീ, 2 കുട്ടികളുടെ അമ്മ. ആ ഭർത്താവിന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലാണ് അവർ ആ തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ട് മരിച്ചത്. നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. കുറച്ചുകൂടെ നല്ല വെൽ സെറ്റ് ആയിട്ട് നമ്മുടെ വിജയണ്ണൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ പോലെ വിശാലമായ മൈതാനത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? എന്തിനാണ് തിയേറ്ററിന്റെ പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത്രയ്ക്ക് സ്ഥലമേ ഉള്ളൂ. എത്ര വലിയ തിയേറ്ററാന്ന് പറഞ്ഞാലും, എത്ര മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞാലും ശരി, ഇത്ര മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്തിനാണ് കൂടി തിരിച്ചു കയറിയത്? നിങ്ങൾ പോയില്ലേ? നിങ്ങൾക്കൊന്നും ഒരു പോറൽ പോലും ഏറ്റില്ലല്ലോ. പരം സാധാരണക്കാരി, ഒരു ഹൈദരാബാദുകാരിയല്ലേ മരിച്ചത്. സോ പ്ലീസ് ഡോണ്ട് ഡു ദിസ്. അതെനിക്ക് പറയാനുള്ളത് എല്ലാ ആക്ടേഴ്സിനോടും പറയാനുള്ളതാണ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഇങ്ങനെയുള്ള വെടലത്തരം കാണിക്കാതിരിക്കും. പ്രേക്ഷകരാണ് നിങ്ങൾ നിലനിർത്തുന്നത്. അവരുടെ ജീവൻ എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ നിൽക്കും? സോ നിങ്ങൾ ഡു വാച്ച് പുഷ്പ 2 ഇൻ തിയേറ്റേഴ്സ്. അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.